ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്ക് സർവീൻ്റെ പുതിയൊരു വീഡിയോ ഇട്ട് സദാ പദ്ധതി വീഡിയോ ഫോർത്ത് നമ്മൾ പങ്കുവെക്കാൻ വന്നേ. ഇന്ന് സർപ്രൈസ് ആയിട്ട് OTT റിലീസ് ചെയ്തിരിക്കുന്ന 5ഓളം സിനിമകളെ കുറിച്ചും അവിടെ തന്നെ വരും ദിവസങ്ങളായിട്ട് OTT റിലീസ് ചെയ്യുമ്പോൾ ഏറ്റവും പുതിയ സിനിമകളെ കുറിച്ചൊക്കെയാണ് വീഡിയോ. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുന്ന ഒന്നാമത്തെ ചിത്രം എന്ന് നോക്കിയാണെങ്കിൽ തമിഴിൽ നിന്നുള്ള ചിത്രമാണ്. അഥർവ, നിമിഷ സജയൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെ ചിത്രമായത് DNA എന്ന് പറഞ്ഞ സിനിമ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് വിജയമൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ചിത്രം ഡയറക്ട് ചെയ്തിട്ടുണ്ടായത് നെൽസൺ വെങ്കടേശ്വരനായിരുന്നു. ജിയോ ഹോട്ട്സ്റ്റാർ OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ചിത്രം ഇപ്പോഴത്തെ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. തമിഴിന് പുറമെ തന്നെ നമുക്ക് മലയാളം, കന്നഡ, തെലുങ്ക്, ഹിന്ദി തുടങ്ങി 5ഓളം ഭാഷകളിലായിട്ട് ഈ ഒരു സിനിമ കണ്ടാസ്വദിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇന്ന് രണ്ടാമതായിട്ട് OTT റിലീസ് ചെയ്തിരിക്കുന്ന ചിത്രം എന്ന് നോക്കിയാൽ മലയാളത്തിൽ നിന്നുള്ള ചിത്രമാണ്. അസ്ത്ര എന്നാണ് സിനിമയുടെ പേര്. ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തിരിക്കുന്ന അമിത് ചക്കാരക്കനാണ്. അമിത് ചക്കാരക്കിനൊപ്പം തന്നെ സെന്തിൽ കൃഷ്ണ, സുധീർ കരമന, കരഭവൻ ഷാജോർ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെ ചിത്രം ഡയറക്ട് ചെയ്തിരിക്കുന്ന ആസാദ് അരവിയിലായിരുന്നു. എന്തൊക്കെയാണ് ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ ചിത്രം സ്വന്തമാക്കിയിട്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രം മനോരമ മാക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം തന്നെ ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുന്ന മറ്റൊരു വെബ് സീരീസ് ആണ്. സ്പെഷ്യൽ ഓഫ് സീസൺ 2 ആണ് ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുന്ന മറ്റൊരു വെബ് സീരീസ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങിയ 5ഓളം ഭാഷയോടെയായിട്ട് നമുക്ക് ഈ സീരീസ് ഹോട്ട്സ്റ്റാർ വഴി കണ്ടാസ്വദിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം ഇന്ന് സർപ്രൈസ് ആയിട്ട് OTT റിലീസ് ചെയ്തിരിക്കുന്ന ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ ബോളിവുഡിൽ നിന്നുള്ള ചിത്രമാണ്. അക്ഷയ് കുമാർ കേന്ദ്ര കഥാപാത്രത്തെ ഹൗസ്ഫുൾ 5 എന്ന് പറയുന്ന ചിത്രമാണ്. ചിത്രത്തിന്റെ 2 ക്ലൈമാക്സുള്ള പതിപ്പാണ് ഇപ്പോഴത്തെ ആമസോൺ പ്രൈമിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നത്. അക്ഷയ് കുമാറിനൊപ്പം തന്നെ വമ്പൻ താരനിരയിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ ആവറേജ് വിജയമൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് ആമസോൺ പ്രൈം വീഡിയോസ് സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രൈം വീഡിയോസ് വഴി ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുന്ന മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ കുബേര എന്ന് പറയുന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണ്. ധനുഷ്, രശ്മിക മന്ദാന, നാഗാർജുന തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെ ചിത്രമായിരുന്നു കുബേര എന്ന് പറയുന്ന സിനിമ. 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ഈ ഒരു വർഷത്തെ വിജയ ചിത്രമായിട്ട് മാറാൻ കുബേര എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ആമസോൺ പ്രൈം വീഡിയോസ് OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ചിത്രം ഇപ്പോഴത്തെ ആമസോൺ പ്രൈം വീഡിയോസ് സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ചിത്രം തമിഴിന് പുറമെ നമുക്ക് മലയാളം, കന്നഡ, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ 5ഓളം ഭാഷയോടെയായിട്ട് ഇന്നു മുതൽ ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ OTT റിലീസ് ചെയ്യുമ്പോൾ ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ചിത്രം മലയാളത്തിൽ നിന്നുള്ള ചിത്രമാണ്. ദിലീഷ് പോത്തൻ, റോഷൻ മാത്യു തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെ ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു. റോന്ത് എന്ന് പറയുന്ന സിനിമ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രം ഈ ഒരു വർഷത്തെ വിജയ ചിത്രമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഷാഹി കബീർ ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഹോട്ട്സ്റ്റാർ ഈ വരുന്ന ജൂലൈ മാസം 22-ാം തീയതി ഈ സിനിമയെ സ്ട്രീമിംഗ് നടത്തുന്ന അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മാസം OTT റിലീസ് ചെയ്യുമ്പോൾ മറ്റൊരു ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ വിനയ് ഫോർട്ട് കേന്ദ്ര കഥാപാത്രത്തെ സംശയം എന്ന് പറയുന്ന സിനിമയാണ്. വിനയ് ഫോർട്ട്, ഷറഫുദ്ദീന്, ലിജോമോൾ ജോസ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെ ചിത്രമായിരുന്നു സംശയം എന്ന് പറയുന്ന സിനിമ. രാജേഷ് രവിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ടെന്നേ. മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രം ഈ വരുന്ന ജൂലൈ മാസം 24-ാം തീയതി മനോരമ മാക്സ് വഴി സ്ട്രീമിംഗ് ആരംഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ജൂലൈ മാസം OTT റിലീസ് ചെയ്യുമ്പോൾ മറ്റൊരു ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ്. അനശ്വര രാജൻ കേന്ദ്ര കഥാപാത്രത്തെ ചിത്രമായിരുന്നു. ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് വിജയമൊക്കെ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അനശ്വര രാജനൊപ്പം തന്നെ ബൈജു സന്തോഷ്, മല്ലിക സുകുമാരൻ, ജോമാൻ ജ്യോതിർ, സിജു സണ്ണി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെ ചിത്രം S വിപിനായിരുന്നു ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഒക്കെ മനോരമ മാക്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. മനോരമ മാക്സ് നിലവിൽ ഈ സിനിമയെ കമ്മിങ് സൂണിലാണ് ലിസ്റ്റിലാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ജൂലൈ മാസം അവസാനത്തോടു കൂടി ഈ ഒരു സിനിമ മനോരമ മാക്സ് വഴി കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ജൂലൈ മാസം OTT റിലീസ് ചെയ്യുമ്പോൾ മറ്റൊരു ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് OTT റിലീസായിട്ട് എത്താൻ പോകുന്ന ചിത്രമാണ്. പൃഥ്വിരാജ് സുകുമാരൻ കേന്ദ്ര കഥാപാത്രം എടുക്കുന്ന സർസമീൻ എന്ന് പറയുന്ന സിനിമ. പൃഥ്വിരാജിനോടൊപ്പം തന്നെ കജോളും കേന്ദ്ര കഥാപാത്രം എടുത്തുന്ന ചിത്രത്തിൽ സെയ്ഫ് അലി ഖാന്റെ മകൻ ഇബ്രാഹിം അലി ഖാനും കേന്ദ്ര കഥാപാത്രം എടുത്തുന്നുണ്ട്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രം ഡയറക്റ്റ് OTT റിലീസായിട്ട് ഈ വരുന്ന ജൂലൈ മാസം 25-ാം തീയതി ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിലുള്ള ചിത്രങ്ങൾ ഏത് സിനിമ കാണാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.